ശ്രീ റെജി ലൂക്കോസ് അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ സർക്കാർ എടുക്കുന്ന നടപടികളെക്കുറിച്ച്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എഫ്ഐആർ ഇട്ടതിനപ്പുറത്ത് ആ ഡോക്ടർക്കെതിരെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ച നടപടി അങ്ങൊന്ന് വിശദീകരിച്ചു തരാമോ? അല്ല മാധു, ഇത് 2 ദിവസമായുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാസ്തവമാണെന്നുണ്ടെങ്കിൽ അവർ എത്ര സാധുക്കളായിട്ടാണ് നേരത്തെ ഇത് പരാതി കൊടുക്കഴിഞ്ഞത്. അവിടെയാണ് നമ്മൾ ആ കുടുംബത്തോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ആ സുമയ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ എത്ര ലളിതമായിട്ടും ശാന്തമായിട്ട് ഒരു കുറ്റപ്പെടുത്തലും നടത്താണ്ട് തനിക്ക് വന്നത് റെക്ടിഫൈ ചെയ്ത് തരണം, അത് പിന്നെ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണമെന്നല്ലാണ്ട് അവർ വേറൊന്നും പറഞ്ഞില്ല. ഇവിടെ സർക്കാരുടെ നടപടികളെക്കുറിച്ച് ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തും സുമയയും പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് നേരിട്ട് കണ്ട് സംസാരിച്ചു. ആരോഗ്യ ഡയറക്ടർ ഇന്ന് മുഖ്യമന്ത്രിയുടെ നെയ്യാറ്റിൻകരയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് മനഃപൂർവ്വം അവർ ഒഴിവാക്കിയൊന്നുമില്ല. അങ്ങനെ ഒഴിവാക്കത്തുമില്ല, അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് ഒരു ഗവൺമെൻറ്റിനും. അപ്പോൾ അവരോട് പറഞ്ഞതെന്നു വെച്ചാൽ പുറത്ത് പോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ആവശ്യമൊന്നും വെച്ചാൽ ഇത് റിമൂവ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം നൽകും. ഈ ഡോക്ടർക്കെതിരെ കർശനമായി തന്നോട് സ്വീകരിക്കുന്നു ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ അത് വിമർശിക്കാനുള്ള സമയം പോലും ആയിട്ടില്ല. ഞാൻ ചോദിച്ചതല്ല, ഇവിടെ ഞാൻ വിമർശനമൊന്നും ഉന്നയിച്ചില്ല. ഞാൻ ചോദിച്ചത് അങ്ങ് നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ നടപടികളെ കുറിച്ച് അങ്ങ് വളരെ അഭിമാന ബോധത്തോടെ പറയുന്നുണ്ടായിരുന്നു. എഫ്ഐആർ ഇട്ടില്ലേ, കേസെടുത്തില്ലേ എന്നൊക്കെ. എഫ്ഐആർ ഇടുക, കേസെടുക്കുക എന്ന് പറയുന്നത് ലോകത്തേതു മനുഷ്യനും കിട്ടുന്ന നീതിയാണ്. അത് നീതി അല്ലാതെ ഒരു നടപടിക്രമമാണ്. അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ എഫ്ഐആർ ഇടില്ല കേട്ടോ എന്ന് പറയാൻ നടക്കില്ല. അത് ഈ നാട്ടിൽ എന്തായാലും നടക്കില്ല എന്ന് വിചാരിക്കുന്നു, കുറെ ഏറെയെങ്കിലും. അതിനപ്പുറത്ത് ആരോഗ്യ വകുപ്പ് എന്ത് നടപടി എടുത്തു? ഈ ഡോക്ടറുടെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുകയോ വീഴ്ച വരുത്തിയിട്ടുള്ളതിൽ വിശദീകരണം ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ല, തീർച്ചയായിട്ടും ആ ചോദ്യത്തിനായ ഞാനതിനെ ആൻസർ ചെയ്തത്. കാരണം ഇന്നാണ് പിന്നെ അസിസ്റ്റന്റ് ജോയിന്റ് ഡയറക്ടർ ഇവരുമായിട്ട് കണ്ട് സംസാരിച്ച് വളരെ വിശദമായിട്ട് തന്നെ അവരുമായിട്ട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നടപടി എന്താണ് വരുന്നതിനെ കുറിച്ച് നമ്മൾ കാത്തിരിക്കാതെ കണ്ട് പെട്ടെന്ന് കയറി സർക്കാർ കയറി ഇപ്പോൾ അയാളെ പിരിച്ചുവിടാൻ പറ്റും. അന്വേഷണം നടത്തും. അതിനൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 3 അംഗ ഡോക്ടേഴ്സ് പിരിച്ചുവിടണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശ്രീചിത്രയിൽ ഈ സംഭവം വരുമ്പോൾ അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടൊരു പിഴവ് ഉണ്ടായിട്ടുണ്ട്, അതിലൊരു വിക്ടിം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സംവിധാനം തിരിച്ചറിയുമ്പോൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ, അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് വരെ കാത്തിരുന്നത് പോലും പിഴവാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് നടപടി എടുത്തു വെച്ചാൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ, മാനുഷികമാണ് ശരി, പക്ഷെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അന്വേഷണമുണ്ടോ? ഈ വിദഗ്ധ സമിതിക്ക് പോലും ഇതേ ഡോക്ടർ, ഈ ആരോപണ വിധേയനായ ഡോക്ടർ അടക്കമുള്ളവരാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക? നോക്കൂ, ഇതിൽ ഇരയായിട്ടുള്ള, ഇതിൽ വിക്ടിമായിട്ടുള്ള ആൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നു എന്നതിനെയാണോ ഒരു പ്രിവിലേജായി കാണേണ്ടത്? അല്ല, ഞാനതല്ല പറഞ്ഞത്. ഞാനതിനെ വളരെ എന്താ പറയുക, വളരെ അനുകമ്പയോട് സംസാരിച്ചതാണ്. നിങ്ങൾ കുറ്റാരോപിക്കും ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് 2023 സംഭവിച്ചതാണ്. 2 വർഷത്തെ ഡ്യൂറേഷൻ ഉണ്ട് ഈ സംഭവത്തിന്. ആ 2 വർഷവും ഇത് മറച്ചു വെച്ചത് ഈ പാവം സുമയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുഴപ്പമില്ല, അത് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറിച്ച് പൈസയൊക്കെ കൊടുത്ത് അതെല്ലാം അത് മൂടി വെച്ചതിന് കുറ്റവാളി ആ ഡോക്ടർ തന്നെയാണ്. നടപടി എടുത്തു എന്നാണ് ഞാനും ചോദിച്ചത് ശ്രീ റെജി ലൂക്കോസ്. ഞാനും ചോദിച്ചത് തന്നെയാണ്. ഇതിന്റെ പ്രൊസീജിയറിൽ മാറ്റം വന്നിട്ടുണ്ടോ? മനസ്സിലായത്. ശരി. അല്ല, അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ തർക്കമില്ല ആ കാര്യത്തിൽ. ഈ കാര്യത്തിൽ തർക്കിക്കാനോ ആരെങ്കിലും കുറ്റം ആരോപിക്കാനോ ഈ സംവിധാനം മുഴുവനും പിഴച്ചുപോയി എന്നൊന്നും പറയാനുമല്ല ഞാനും ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ അതിനൊരു പരിഹാരം കാണാൻ, അതിനെ മാനുഷിക മൂല്യത്തോടെ അഡ്രസ് ചെയ്യാനുള്ള ശ്രമം എത്രത്തോളം ഈ സംവിധാനത്തിനുള്ളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രാഥമികമായി പരിഗണിക്കേണ്ടത്. അവർക്ക് തുടർ ചികിത്സ ലഭ്യമാകേണ്ടതുണ്ട്. അത് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകേണ്ടതുണ്ട്. അതിന് ഏത് ആശുപത്രിയിൽ പോകണമോ, ഏത് ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കണമോ അവിടെ സർക്കാരിന്റെ അസിസ്റ്റൻസ് ഉണ്ടാവണം എന്നുള്ളത് സംബന്ധിച്ച ഉറപ്പ് അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. അതിലെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഏറ്റവും മികച്ച സംവിധാനം, സർവീസ് ഈ സംവിധാനം ഉറപ്പ് നൽകേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബോധ്യം. കാരണം നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണ്. അവിടെ ഒരൊറ്റ പൗരന് അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് വളരെ കാര്യക്ഷമമായി പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്നതാകണം ഈ സംവിധാനം എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ടത് എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സംഭവം നമ്മളൊരു പ്രൈം ടൈം ഡിബേറ്റിന് വേണ്ടി, ഒരു എഡിറ്റോറിയൽ ഡിബേറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതിൽ ഈ സംവിധാനം ജാഗ്രത പുലർത്തണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ്.